Hi friends, welcome back. S24 Ultra versus iPhone 15 Pro Max. കയ്യിലില്ല എന്നല്ലേ, അതിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റിൽ വീഡിയോയ്ക്ക് ഞാൻ ഐഫോൺ 15 Pro Max തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും എല്ലാ ക്യാമറ സാമ്പിളുകളും സൂമിങ്ങും എല്ലാം കാണിക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നല്ലതെന്ന്. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാ മേഖലയും, അതായത് പെർഫോമൻസ്, ഡിസ്പ്ലേ, അതേപോലെ ബാറ്ററി, എല്ലാ മേഖലയും ഞാൻ പറയുന്നുണ്ട്. മൊത്തത്തിൽ കവർ ചെയ്തിട്ട് രണ്ടിൻ്റെയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾ കൂടി കേട്ട് നോക്കുക, അതിന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഷെയർ ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. എന്നിട്ട് ഒരു നല്ല ഫോണായിട്ട് ചൂസ് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. സോ അപ്പോൾ ആദ്യം നമുക്ക് ക്യാമറ സാമ്പിളുകൾ കാണാം. ഈ കാണുന്നത് 1x വീഡിയോ ക്വാളിറ്റിയാണ്. അതായത് നോർമൽ വീഡിയോ 4K വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഫോണിലും സാധാരണ സാംസങ് ആണ് കളർ കൂടാതെ, ഇത്തവണ ഇത്തിരി കുറവാണ്. എന്നാലും രണ്ടും നാച്ചുറൽ തന്നെ. 5x സൂം ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, വലിയ അപാകതയൊന്നുമില്ല. 10xലേക്ക് ഇതേ വീഡിയോ സൂം ചെയ്യുമ്പോൾ സാംസങ്ങിൽ മാത്രം ആ ഫീച്ചർ ഉള്ളൂ. ഈ രീതിയിൽ 10x വീഡിയോ നമുക്ക് കിട്ടും. 4K വീഡിയോ 10x സൂം. ഇൻഡോർ ലൈറ്റിൽ ഇതേപോലെ തന്നെ 1x വീഡിയോ നമ്മൾ എടുത്താൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ്. രണ്ടും ഏറെക്കുറെ നന്നായിട്ടുണ്ട്. 5xലേക്ക് സൂം ചെയ്യുമ്പോൾ രണ്ടും ഏറെക്കുറെ നന്നായിട്ട് തന്നെയുണ്ട്. ഒന്നിനും മോശം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ കാണുന്നില്ല. സാംസങ്ങിൽ പിന്നെ 8Kയിൽ വരെ വീഡിയോ എടുക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആയി. ഫോട്ടോസിലേക്ക് വരുമ്പോൾ രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഇച്ചിരി കളർ കുറവ് പോലെ തോന്നുന്നുണ്ട് ചില ഭാഗത്ത്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിന്റെ സൂമിംഗ് ക്വാളിറ്റി ഒന്ന് നോക്കാം. ഇത് 1x ആണ്. 2x 3x നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സൂം ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി. 5xലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ്. രണ്ടും നന്നായിരിക്കുന്നു. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ് ഫോട്ടോസ് വരുന്നത്. രണ്ടും നല്ലതാണ്. സാംസങ് കുറച്ചുകൂടി നാച്ചുറൽ സ്റ്റൈലിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്തവണ ഐഫോൺ ആണ് ഇത്തിരി കളർ കൂടുതൽ കാണുന്നത്. എന്നാലും രണ്ടും മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. സൂമിംഗ് കൂടി നമുക്ക് നോക്കാം. 5x സൂം ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. 10x സൂം ചെയ്യുമ്പോഴും ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 25x സൂം ചെയ്ത് കഴിഞ്ഞാൽ സാംസങ് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഒരു മഞ്ഞ കളർ വന്നു. എന്നാൽ ഐഫോണിന് ക്വാളിറ്റി ഇല്ല, ബട്ട് ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഡോർ ലൈറ്റിലെ നോർമൽ ഫോട്ടോസ് 1x ഫോട്ടോസ് എടുത്താൽ ഇതുപോലെ ഡീസന്റ് ക്വാളിറ്റിയിൽ രണ്ടും കിട്ടും. സൂമിംഗ് നോക്കിയാൽ ഇത് വൈഡ് ആംഗിൾ ആണ്, രണ്ടും നന്നായിട്ടുണ്ട്. 1x ഈ കാണുന്ന തരത്തിൽ രണ്ടും അത്യാവശ്യം നന്നായിരിക്കുന്നു. 3x ഈ കാണുന്ന തരത്തിലേക്ക് സൂമായി വരുമ്പോൾ രണ്ടും നല്ല ക്വാളിറ്റിയാണ്. 5x സൂം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഒരു പരാതിയൊന്നും പറയാൻ തോന്നുന്നില്ല. 10xൽ സാംസങ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലാണ് ഫോട്ടോസ്. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്, ഒരു പ്രശ്നവുമില്ല. എനിക്ക് സാംസങ് ആണ് പൊതുവെ ഇഷ്ടം. കാരണം ഇഷ്ടം പോലെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാത്തിലും സാംസങ് നന്നായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐഫോണും മോശമല്ല. സെൽഫി നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസാണ് കിട്ടുന്നത്. എനിക്ക് സാംസങ്ങിലെ സെൽഫിയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം മെയിൻ സബ്ജക്റ്റ് ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് സാംസങ്ങിലാണ്. സോ ഞാൻ സാംസങ്ങിലെ ഫോട്ടോ സെൽഫിയിൽ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഐഫോണിലെ ഫോട്ടോസ് എഡിറ്റ് ചെയ്താൽ ഭംഗിയാവും. തീർച്ചയായിട്ടും വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി പ്യുവർ നൈറ്റ് സിറ്റുവേഷനിലെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയും നമുക്ക് സാംസങ്ങിന്റെ ഭാഗത്ത് കളർ കുറവ് കാണുന്നുണ്ട് കേട്ടോ. എല്ലാ ഫോട്ടോസിലും ഐഫോണിനേക്കാൾ കളർ ലേശം കുറവാണ്. അത് നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ കളർ കുറവാണ് സാംസങ്ങിൽ കാണുന്നത്. അതൊരു ഇഷ്യൂ ആണ്. അപ്ഡേറ്റിലൂടെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സാംസങ്ങിന്റെ ഫോണിൽ സാച്ചുറേഷൻ ഇത്തിരി കൂടുതലാണെന്ന പരാതി പലർക്കും ഉണ്ടായിരുന്നു. സാംസങ് അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു കളർ ഇത്തിരി കുറച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ച് കൂടിപ്പോയോ എന്നാണ് എൻ്റെ വ്യക്തിപരമായ തോന്നലാണ്. ലേശം ഒന്ന് അപ്പ് ചെയ്ത് കുറച്ചും കൂടി നന്നാക്കിയാൽ ഒന്നും കൂടി നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും ഷെയർ ചെയ്യാം. സോ അപ്പോൾ അതാണ് ഈ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്തുള്ള എൻ്റെ അഭിപ്രായം. സെൽഫി വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം. സെൽഫി വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സെൽഫി ഒരെണ്ണം മോശമൊന്നും പറയാൻ തോന്നുന്നില്ല. എനിക്ക് സാംസങ് ആണോ കുറച്ച് നല്ലതെന്നാണ് സംശയം തോന്നുന്നത് ഐഫോണിനേക്കാളും, ആ ലൈറ്റിൻ്റെ കൺട്രോളൊക്കെ നോക്കുമ്പോൾ. ഡേ ലൈറ്റ് സെൽഫി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെൽഫി ക്യാമറ സാംസങ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തെന്ന് തോന്നുന്നു. ഐഫോൺ ഇത് ഇമ്പ്രൂവ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. എന്തായാലും മൊത്തത്തിൽ ക്യാമറാസ് രണ്ടിൻ്റെയും നല്ലതാണ്. സാംസങ് ലേശം കളർ കുറച്ചിട്ടുണ്ട് ഇത്തവണ എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത തോന്നിയത്. അത് നന്നായോ കുറച്ചും കൂടി കളർ കൂട്ടണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയാം. സോ അപ്പോൾ ക്യാമറയുടെ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണും ടോപ്പ് ക്ലാസ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവുക വേണ്ട. ഇതിൽ BGMI ഇപ്പോൾ 90 FPS കാണാനില്ല, ബട്ട് നമ്മുടെ ഐഫോണിൽ 90 FPS ഒക്കെ ഉണ്ട്. അത് മാത്രമാണ് ഒരു വ്യത്യാസം. അപ്ഡേറ്റ് വഴി വരുമായിരിക്കാം. എന്തായാലും പെർഫോമൻസിൽ രണ്ട് ഫോണിൽ യാതൊരു ഇഷ്യൂ നമ്മൾ നേരിടുന്നില്ല. പക്ക സെറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ സർക്കിൾ ടു സെർച്ച് അല്ലെങ്കിൽ ലൈവ് ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള ഒട്ടനവധി AI ഫീച്ചറുകൾ ഈ ഫോണിലുണ്ട് എന്നുള്ളത് ഈ ഫോണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. മിക്കവാറും iPhone 16 സീരീസ് വരുമ്പോൾ ഐഫോണിലും AI ഫീച്ചറുകൾ വരും എന്നാണ് കേട്ടിരിക്കുന്നത്. വരുമായിരിക്കും. പിന്നെ ഈ AI ഫീച്ചറുകൾ അടുത്ത വർഷം, അതായത് ഒരു വർഷത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് പെയ്ഡ് ആയിരിക്കും, ഫ്രീ അല്ലാതാവും എന്നുള്ളത് അവരുടെ സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ അത് ഒന്ന് ആലോചിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും എല്ലാ ഫോണുകളും AI ഫീച്ചർ വരും. പിന്നെ ഇതാരും പേയ്മെൻ്റ് ഒന്നും കൊടുത്ത് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും അങ്ങനെ അവരുടെ സൈറ്റിൽ കാണുന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ അത് കേട്ടുകൊണ്ട് ചാടിക്കറി വരുന്നതിനിടയ്ക്ക് അതൊന്ന് ആലോചിക്കുക. പിന്നെ പെർഫോമൻസിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സെറ്റാണ്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ പോലെ തന്നെ സാംസങ് ഇപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. അത് ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. കുറച്ച് മിഴിവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ഐഫോണിനേക്കാൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ബെറ്ററായ കാര്യമാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി രണ്ട് ഫോണിലും നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്ന ഫോണുകളാണ്. S24 Ultra ആണെങ്കിലും
അവിടെ ഷൂട്ടിങ്ങിലാണ്. iPhone 15 Pro Max ആണെങ്കിലും നല്ല ബാറ്ററി ലൈഫ് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ലൈറ്റ്ലി ബെറ്റർ ബാറ്ററി ലൈഫ് ഐഫോണിലാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഡൽഹിക്കൊക്കെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഐഫോൺ ഉപയോഗിച്ചുകൂടി എത്തുമ്പോഴും എനിക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നതായിട്ടൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. S24 Ultra അത്രയ്ക്ക് അങ്ങ് എത്താത്ത പോലെയും തോന്നിയിട്ടുണ്ട്. ബട്ട് ഒരു ദിവസത്തേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടും നല്ല ബാറ്ററി ലൈഫാണ്. പിന്നെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ ഇതിലുണ്ട്. ഐഫോണിൽ അതൊന്നും ഇല്ല. ഐഫോണിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇല്ല. ബട്ട് വയർലെസ് ചാർജിങ് ഒക്കെ ഒരു ബേസിക് സ്പീഡ് തന്നെ 25 വാട്ട് 45 വാട്ട് ആ റേഞ്ചിലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഭയങ്കര പറയത്തക്ക ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല. ഡിസൈൻ്റെ കാര്യത്തിലും അങ്ങനെ വലിയ മാറ്റമൊന്നും ഇപ്പോൾ പറയാനില്ല. ഐഫോണിൽ ടൈറ്റാനിയം വന്നിട്ടുണ്ടായിരുന്നു, ഇവരും ടൈറ്റാനിയം കൊടുത്തിട്ടുണ്ട്. സോ ആ മേഖലയിലും ഏറെക്കുറെ സെയിം ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു. ഇതിൽ ഈ ക്യാമറയുടെ ഭാഗത്തായിരുന്നു കൺഫ്യൂഷൻ കിടക്കുന്നത്. ബാക്കി പെർഫോമൻസ്, ഡിസൈൻ, ഡിസ്പ്ലേ എല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോൾ മൊത്തത്തിൽ ഈ രണ്ട് ഫോണുകളും ടോപ്പ് ക്ലാസ് തന്നെയാണ്. എങ്കിലും ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. അത് ക്ലിയർ ആയിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഒന്ന്, ഗാലക്സി AI ഫീച്ചേഴ്സ്. ഒരു വർഷം കഴിയുമ്പോൾ ഇതിന് ചാർജ് ഈടാക്കുമെന്ന് അവരുടെ സൈറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഫീച്ചറുകൾ ഇതിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയ ഒരു ഫോണാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. പിന്നെ ടൈറ്റാനിയം ബോഡി, ഫ്ലാറ്റ് ഡിസ്പ്ലേ, ഇതൊക്കെ ഇതിൻ്റെ കുറേ നല്ല വശങ്ങളായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ഇതിലും വന്നിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ 7 ഇയർ അപ്ഡേറ്റ്, അത് അല്ലെങ്കിൽ 6 ഇയർ റേഞ്ചിൽ ഒരു അപ്ഡേറ്റ് ഇത് കൊടുക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ള ആ വാദത്തിന് ഇനി പ്രസക്തിയില്ല. 7 ഇയറിൻ്റെ അപ്ഡേറ്റ് ഇതിൽ തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് തരും. സാംസങ് ഓൾറെഡി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതും തരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് QHD ഡിസ്പ്ലേ, ക്വാഡ് HD ഡിസ്പ്ലേ ഇതിനകത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് ആ മേഖലയിലും ബെറ്റർ ആണ്. പിന്നെ 45 വാട്ടിന്റെ വയേർഡ് ചാർജിങ്, അതേപോലെ തന്നെ അത് കൂടുതലാണ് ഐഫോണിനെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സാംസങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിന്റെ സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഫോണിൻ്റെ ഉള്ളിൽ വേറൊരു ഫോൺ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സെക്യൂരിറ്റി കൂടിയ ഒരു മേഖല ഉൾപ്പെടുത്താൻ പറ്റും. സാംസങ് വാലറ്റ് നമുക്ക് വേണമെങ്കിൽ ബാങ്ക് കാർഡ് അടക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ച് ടാപ്പ് ടു പേയിലൂടെ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. ഐഫോണിൽ ഇപ്പോഴും ഇന്ത്യയിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടില്ല. പിന്നെ മെയിനായിട്ടും S Pen വരുന്നുണ്ട്. സോ അതിൻ്റെതായ ഫീച്ചറുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇഷ്ടംപോലെ ആൻഡ്രോയിഡിൻ്റെതായ ബെനിഫിറ്റുകൾ, കോൾ റെക്കോർഡിംഗ് അടക്കമുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ സാംസങ്ങിൽ എല്ലാതരം ഫീച്ചറുകളും വരുന്നുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമൈസേഷനും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക സാംസങ്ങിന്റെ S24 Ultra തന്നെയാണ്. ഇതിലെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി ഐഫോൺ ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ സ്ലൈറ്റ്ലി ബെറ്റർ വീഡിയോ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ആകെ എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം. അല്ലാണ്ട് ഇപ്പോൾ ഈ ആൻഡ്രോയിഡിൽ പറഞ്ഞ പോലെ S24 Ultrയിൽ പറഞ്ഞ പോലെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളിതിൽ പറയും ഇതിൽ സ്മൂത്ത്നെസ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇതും സ്മൂത്താണ്. മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിൽ കൂടുതൽ അപ്ഡേറ്റ് കിട്ടും. അത് ഇതിൽ വരുന്നുണ്ട്. സോ അങ്ങനെ മുമ്പൊക്കെ പറയാറുള്ള പല കാര്യങ്ങളും, ഇതിൻ്റെ വലുപ്പമായിട്ട് പറയാറുള്ള പല കാര്യങ്ങളും ഓൾറെഡി ഇതിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൽ എന്താണ് ബെറ്റർ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ലൈറ്റ്ലി വീഡിയോ ക്വാളിറ്റി കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഇക്കോസിസ്റ്റം ഇത് വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ പറയാം. സോ നിങ്ങൾ ഓൾറെഡി ഇവിടെ നമുക്ക് ഒരു നല്ല അഭിപ്രായം, ഒരു ഡയറക്ഷൻ തരികയാണെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പോലെ മാക്ബുക്ക് പ്രോയും എയർപോഡും ആപ്പിൾ വാച്ചും ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും ഭംഗി ഐഫോൺ ആയിരിക്കും. അങ്ങനെയുള്ളവർ പോയിട്ട് S24 Ultra എടുത്താൽ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും S24 Ultrയാണ് നിങ്ങൾക്ക് പറ്റിയ ഫോണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട്. സോ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം. ഞാനിതിൽ ഏതെടുത്ത് ഉപയോഗിക്കുന്നു ഇനി അങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാലും അതിലൊരു തീരുമാനമില്ല. പലപ്പോഴും ഞാൻ സിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാറുണ്ട്. പല നേരത്തും എനിക്ക് കൺഫ്യൂഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷനിലാവരുത്. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഞാനിത് നല്ലതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രതാപ്ജി ഇത് നല്ലതെന്ന് പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളാണ് ആവശ്യക്കാരൻ, നിങ്ങളാണ് എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കിതിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏത് രീതിയാണ് കൂടുതൽ നന്നാവുക എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ പെട്ടിരിക്കുകയാണ്. ഞാൻ രണ്ടും മാറി ഉപയോഗിക്കും. പിന്നെ രണ്ടും എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ എനിക്ക് മാറി ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ടും ഞാൻ ഈ S24 Ultra ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കോൾ റെക്കോർഡിംഗ് ആണ്. പലപ്പോഴും ഒരു കോൾ ചെയ്യുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ ആൾക്കാർ സംസാരിച്ച് പല ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ ഏത് ഡേറ്റാണ് പറഞ്ഞതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഐഫോൺ എടുത്ത് വലിച്ചെറിയാനുള്ള ദേഷ്യം വരും. കാരണം ഇതായിരുന്നെങ്കിൽ എനിക്ക് ആ കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, വീണ്ടും ഒന്ന് കേട്ട് നോക്കി എനിക്ക് ആ ഡേറ്റൊക്കെ കുറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം പലപ്പോഴും എനിക്ക് വന്നിട്ടുള്ളതാണ്. സോ കോൾ റെക്കോർഡിംഗ് ഒരു നല്ല ഫീച്ചറാണ്. അത് ഇതിൽ നേറ്റീവായിട്ട് കാലങ്ങളായിട്ടുണ്ട്. അത് എനിക്ക് ഇതിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന കാരണമാണ്. ഒട്ടനവധി ആനക്കാര്യം പറഞ്ഞു, അതിനിടയ്ക്കാണ് ഈ ഒരു ചേനക്കാര്യം എന്ന് വിചാരിക്കേണ്ട. അത് എനിക്ക് ആവശ്യമുള്ളത് അതായത് കൊണ്ടാണ് ഞാനതൊന്ന് എടുത്ത് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് iPhone 15 Pro Max വേഴ്സസ് S24 Ultra ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്തത്. ക്യാമറ മാത്രമല്ല, ക്യാമറ എങ്ങനെയുണ്ടായിരുന്നു, മൊത്തത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാലും. നമ്മുടെ വീഡിയോ ഇത്രയുമാണ്, നമ്മുടെ അഭിപ്രായം ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.